പ്രിയപ്പെട്ടവരെ, നോമ്പ് അതുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വഅൻ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അനിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയ്യിദുൽ ഇസ്തിഗ്ഫാരി അന്ത അൻ യഖൂലൽ അബ്ദു അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപമോചനം എന്നാണ്. അതിന്റെ നേതാവ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ നേതാവ്. അൻ യഖൂലൽ അബ്ദു, ഒരടിമ പറയലാണ്, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇത് ചൊല്ലിയാലുള്ള നേട്ടം എന്താണ് എന്നതിനെ കുറിച്ചാണ് ഈ ഹദീസ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനൻ ബിഹാ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയ ഫഹുവ മിൻ അഹ്ലിൽ ജന്നഹ്. വല്ലവനും ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ പറഞ്ഞു, മിനൻ നഹാരി, പകലിൽ. എങ്ങനെ? മൂക്കിനം ബിഹ, അതിനെ ഉറപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കിക്കൊണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആണ്, ഇസ്തിഗ്ഫാറിന്റെ നേതാവാണ്, ഇത് ദോഷങ്ങൾ പൊറുക്കാനുള്ള ഒരു കാര്യമാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി ഒരാൾ ഈ ദിക്ർ ചൊല്ലി. എപ്പോൾ? പകലിൽ ചൊല്ലി. ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയ, വൈകുന്നേരമാകുന്നതിനിടക്ക് അദ്ദേഹം മരണപ്പെട്ടു. എന്നാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗാവകാശിയാണ്. പിന്നീട് പറയുന്നു, വമൻ ഖാലഹാ മിനൽ ലൈലി വഹുവ മൂഖിനും ബിഹാ ഫമാത ഖബ്ല അൻ യുസ്ബിഹ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, വല്ലവനും പകലിൽ അത് ചൊല്ലി വൈകുന്നേരമാകുന്നതിനിടക്ക് മരണപ്പെട്ടാൽ അവൻ സ്വർഗാവകാശിയാണ്. ഒരാൾ രാത്രിയിൽ അത് ചൊല്ലുന്നു, രാവിലെയാകുന്നതിനിടക്ക് മരണപ്പെട്ടാൽ സ്വർഗാവകാശിയാണ്. വലിയ നേട്ടമുള്ള ഒരു ദിക്റാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഒരാള് രാവിലെ ചൊല്ലി സുബഹിക്ക് ശേഷം അത് ചൊല്ലിയാൽ ആ ദിവസം വൈകുന്നേരത്തിന്റെ ഇടക്ക് മരണപ്പെട്ടാൽ സ്വർഗാവകാശിയാണ്. ഇനി ഒരാൾ മഗ്രിബിന് ശേഷം ചൊല്ലി പിറ്റേന്ന് സുബഹിന്റെ മുമ്പ് അദ്ദേഹം മരണപ്പെട്ടാൽ സ്വർഗാവകാശിയാണ്. അപ്പൊ വലിയ നേട്ടമുള്ള ഒരു ദിക്റാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, ഇത് നിങ്ങളൊക്കെ പതിവാക്കുന്നവരായിരിക്കും, എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പതിവാക്കാത്തവർ ഇന്നു മുതൽ പതിവാക്കണം. ഒരു തവണ കൂടി ചൊല്ലിത്തരാം, എല്ലാവരും അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അപ്പൊ ഈ ദിക്ർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെയും വൈകുന്നേരവും, അഥവാ സുബഹിക്ക് ശേഷം ചൊല്ലിയാൽ മതി. അതേ പ്രകാരം മഗ്രിബിന് ശേഷവും ഈ ദിക്ർ നമ്മൾ പതിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ധാരാളം നന്മ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകട്ടെ.